ഹായ് ഓൾ, നിഹ പ്രോഗ്ഡ് സെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് എവിടെയും കാണാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് സ്ലീവിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ നെറ്റ് ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യോക്ക് പോർഷനാണ് കേട്ടോ. യോക്ക് പോർഷന് നമ്മൾ നോർമലായിട്ടുള്ള യോക്ക് പോർഷനാണ് ചെയ്യുന്നത്. സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാറ്റിൻ ഫാബ്രിക്കിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും കോട്ടൺ ലൈനിങ്ങിൽ തന്നെയാണ് ഫസ്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. നെക്കിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യോക്കിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റായിട്ട് തന്നെ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കാരണം നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതിനെയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ താഴെ വെച്ചിട്ടുള്ളത് നമ്മളെ ബാക്ക് പോർഷനാണ്. കാരണം നമുക്ക് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നെറ്റ് ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് പല രീതിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഭാഗങ്ങളിലും തയ്യൽ തുമ്പ് കാണാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് മാത്രം നമുക്ക് കണ്ടിട്ട് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് ഭാഗത്തും തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് എങ്ങനെ തയ്യൽ തുമ്പ് കാണാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ യോക്ക് പോർഷൻ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാറ്റിൻ ഫാബ്രിക്, അതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് കേട്ടോ. അപ്പോൾ നമ്മളെ മെയിൻ ഫാബ്രിക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ പീസിൽ നമ്മളെ യോക്കിനെ കൊള്ളുന്ന വിധത്തിലുള്ള സ്ക്വയർ പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല സാറ്റിനാണ്, നല്ല ഹെവി സാറ്റിനാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്ലേസിങ്ങും അതുപോലെ തന്നെ നൂല് പെട്ടെന്ന് വലിഞ്ഞു പോരൊന്നും ചെയ്യാത്ത നല്ലൊരു സാറ്റിൻ ഫാബ്രിക് തന്നെയാണ് ഈ ഒരു ഫാബ്രിക്. ബോഡി പോർഷൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഫ് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അത് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ ഭാഗത്താണ് നമ്മൾ നോർമലായിട്ടുള്ള സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പഫ് സ്ലീവൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കട്ടിംഗ് ഒന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മസ്റ്റായിട്ടും പറയുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ ഫ്രോക്കിൻ്റെ മുഴുവൻ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ചിലതൊക്കെ നമുക്ക് അർജൻറ്റായിട്ട് കൊടുക്കേണ്ടി വരും. ചിലതൊക്കെ നമ്മൾ സാവകാശം സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുത്തിരിക്കാനുള്ളൊരു ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 സ്ലീവ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. സാറ്റിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഇതിലേക്ക് വേണം എന്ന് നിർബന്ധമില്ല, കാരണം ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. സ്ലീവിന് നോർമലായിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. യോക്ക് പോർഷൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൽ, അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ കോട്ടണിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നെക്കിൻ്റെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. 2 പോർഷനിലും നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സിബിൻ്റെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസും ഫ്രണ്ടിൽ നമ്മൾ നെക്കിൻ്റെ ആ ഒരു പോർഷൻ മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിൽ ചെയ്തതുപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതുപോലെ തയ്യൽ തുമ്പ് മാത്രം ആ ഭാഗത്ത് വെച്ചിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള പീസസിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തും ഇതുപോലെ നമ്മൾ ചെറിയ രീതിയിലുള്ള കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഫ്രണ്ട് പീസിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലൈനിങ്ങിനെ ബാക്കിലേക്ക് ഇട്ടിട്ട് കറക്റ്റായിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കണം. ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കലാണ് അടുത്ത പരിപാടി. ഫ്രണ്ട് പീസിന് മാത്രമാണ് നമ്മൾ മറിച്ചെടുത്തിട്ടുള്ളത്. ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക് രണ്ടും ഒരുമിച്ച് വരത്തക്ക വിധത്തിലും നമ്മുടെ ലൈനിങ് പീസുകൾ രണ്ടും ഒരുമിച്ച് വരത്തക്ക വിധത്തിലും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ
ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ വേണം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ് തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ലൈനിങ് ഫാബ്രിക്കുകൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷന് രണ്ടും സെയിം ആയിട്ട് വരത്തക്ക വിധത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് ഫിനിഷായിട്ട് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്കൊരു 1/2 ഇഞ്ച് വിടത്തിൽ കറക്റ്റായിട്ട് ഈ അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് കിട്ടുക കേട്ടോ. നമ്മുടെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ മെയിൻ ഫാബ്രിക് സെപ്പറേറ്റ് ആയിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. 2 സൈഡുകളും നമുക്ക് ഇതേ പ്രകാരം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനിയാണ് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള ഫാബ്രിക്കുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്യാത്തത് നമുക്ക് എന്തെങ്കിലും അളവുകളിൽ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാനാവും ഒന്നുകൂടെ ബെറ്റർ ആവുക. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഉള്ളോട്ടേക്ക് ഇതുപോലെ ലൈനിങ് ഫാബ്രിക്കിനെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. നമ്മൾ സിബിൻ്റെ പോർഷൻ നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സിബിൻ്റെ പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സിബിൻ്റെ ആ ഒരു പോർഷന് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു ഭാഗമാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളെ മെയിൻ ഫാബ്രിക്കൊക്കെ കുറേ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല രീതിയിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ലൈനിങ് ഫാബ്രിക്ക് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ യോക്ക് പോർഷന് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിട്ടുപോകരുത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കണ്ടുപിടിക്കുക. ഇത് ഏത് സ്ലീവ് ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ പഫ് സ്ലീവ് ആണല്ലോ. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ മാത്രം വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ നോർമൽ സ്ലീവ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സിബിൻ്റെ ആ ഒരു പോർഷന് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കരുത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് കിടന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗം ഫിനിഷായിട്ട് മറിച്ചിടുന്ന സമയത്ത് കിട്ടുകയുള്ളൂ കേട്ടോ. സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോർമലായിട്ട് എങ്ങനെയാണോ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തെ ലൈനിങ് പീസ് ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പോർഷന് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് നിന്നും അതിൻ്റെ ലൈനിങ് പീസിനെ നമ്മൾ എടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോഴാണ് നമ്മുടെ സ്ലീവ് നമുക്ക് തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ആ ഒരു ലൈനിങ് എവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു ലൈനിങ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു പീസുകൾ മുഴുവനും നമ്മൾ അതിൻ്റെ ഉൾഭാഗത്ത് വരത്തക്ക വിധത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെക്കുക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത പോർഷൻസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിലും, അപ്പോൾ ആ പോർഷനും അതുപോലെ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടാവുമല്ലോ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത്, അപ്പോൾ ആ ഒരു പോർഷനും ഒരുമിച്ച് വരത്തക്ക വിധത്തിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ പിൻ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ സ്ലീവും മറ്റേ ഷോൾഡറും ഒക്കെ അതിൻ്റെ ഉൾവശത്താണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമ്മൾ മറിച്ചിടുമ്പോഴാണ് നമുക്കത് നല്ല ഫിനിഷായിട്ട് തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഒക്കെ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല, അതൊന്നും ഫിനിഷായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഉള്ളിൽ കുടുങ്ങിപ്പോകും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ലീവ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്കല്ലേ സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ തന്നെയാണ് ഈ ഒരു കോട്ടൺ ലൈനിങ്ങും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സെൻറ്ററിൽ നിന്നും ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതിനുശേഷം മറ്റേ സൈഡിലേക്കും നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഉള്ള ആ ഒരു ഫാബ്രിക്കൊന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലല്ലോ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കാനുമില്ല കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ചെറിയ രീതിക്ക് കട്ടുകൾ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു ഉൾഭാഗത്ത് നിന്ന് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ നമ്മളിങ്ങനെ മറിച്ചെടുക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ മറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ മിസ്സായി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല എന്നുള്ള ധാരണയൊക്കെ ഉണ്ടാവും. ബട്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് ഫിനിഷായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കണ്ടോ, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളിനി ഈ ഒരു വശവും ചെയ്തെടുക്കുന്നത്. ഇതിലും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഫ്രണ്ട് പീസിൽ അല്ലെങ്കിൽ നമ്മളെ മെയിൻ ഫാബ്രിക്കിൽ മാത്രമാണ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ സ്ലീവൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കാണുക. എന്നിട്ട് നമ്മളെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു വശത്ത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് നല്ല വശം ചേർന്ന് വരത്തക്ക വിധത്തിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ലൈനിങ് ഫാബ്രിക് അതിൽ കുടുങ്ങാതെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് നമ്മൾ പിന്നീട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്നും രണ്ട് സൈഡിലേക്കും സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ എല്ലാ പോർഷൻസും അതിൻ്റെ ഉൾഭാഗത്തേക്ക് വരത്തക്ക വിധത്തിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്, ഇതുപോലെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഒരു വശം മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല, കാരണം അത് തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയല്ല, എല്ലാ വശങ്ങളും അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു ഭാഗം രണ്ടാമത് ഇപ്പോൾ നമ്മൾ സ്ലീവും കൂടെ വന്നതുകൊണ്ട് കുറച്ചൊരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് അതൊന്നും കുഴപ്പമില്ല, നമ്മൾ നല്ല രീതിയിൽ പിന്നൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ലീവ് തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിന് തന്നെ നല്ലൊരു ലുക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉൾഭാഗത്തേക്കെല്ലാം വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പുറമേക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ യോക്ക് പോർഷൻ്റെ ഉൾഭാഗം നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ലീവ് രണ്ടിൻ്റെ എൻഡ് ഭാഗങ്ങളിൽ നമ്മൾ ഇലാസ്റ്റിക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫിനിഷായി കിട്ടാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വിടുത്ത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, ഇലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് വിടുത്തായിരിക്കണം. എന്നാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടും. ഒരു പോയിൻ്റ് ലൂസൊക്കെ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ ഇൻവിസിബിൾ സിബ് നോർമലായിട്ട് എങ്ങനെ ചെയ്യുന്നത് അതുപോലെ ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് എങ്ങനെയാണ് തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മുടെ നെറ്റ് ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി.